ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഇസ്രായേൽ വീണ്ടും ഇറാന്റെ സൈനിക മേലധികാരികളെ കൊലപ്പെടുത്തി. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖാസിമിയെയും ഉപമേധാവിയെയും 2 കമാൻഡോമാരെയും ഇന്നലെ കൊലപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തെളിവുകളോടെ പുറത്തുവിടുന്നത്. ഇറാന് നേരെ നടത്തിയ എല്ലാ ആക്രമണങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർക്ക് ഇസ്രായേലിൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ അനുമതിയുണ്ട്. എന്നാൽ ഇറാനിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും നിരോധിച്ചിരിക്കുന്നതിനാൽ അവിടുത്തെ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഇസ്രായേൽ ഓരോ ആക്രമണത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതോടെ ഇറാൻ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമായി. 3 ദിവസമായി തുടരുന്ന സംഘർഷം ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പോലെ അനിശ്ചിതമായി നീളുമെന്നും തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇറാൻ അണുവായുധ പരീക്ഷണത്തിൽ ഏർപ്പെടുന്നു. ഏതു നിമിഷവും അത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കും എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഈ അണുബോംബുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് അത് തച്ചുടയ്ക്കുകയായിരുന്നു ലക്ഷ്യം. അതിന്റെ പേരിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നു വരുമ്പോഴാണ് ഇസ്രായേൽ കേറി അടിച്ചത്. ഇതോടുകൂടി ഇറാന്റെ അണുവായുധ ശേഷി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അണുശാസ്ത്രജ്ഞന്മാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇറാൻ പരിങ്ങലിലായിരിക്കുന്നു. തകർത്തെറിയപ്പെട്ട യുറേനിയവും മറ്റും വലിയ വിപത്തുണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. കയ്യിലിരിക്കുന്ന മിസൈലുകളും ബോംബുകളും ഒക്കെ ഇസ്രായേലിലേക്ക് അയച്ച് കരുത്തു തെളിയിക്കാനും പിടിച്ചു നിൽക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നിലയിൽ അധികകാലം മുമ്പോട്ട് പോവാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടയിൽ ഇറാന്റെ വടക്കൻ അതിർത്തിയിൽ തുർക്കിമിനിസ്ഥാനോട് ചേർന്ന് ഏതാണ്ട് 2300 കിലോമീറ്റർ ഇസ്രായേലിൽ നിന്നും അകലെ മഷാദ് എയർപോർട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇതൊരു സൂചനയാണ്. ഇസ്രായേലിന് ഇറാന്റെ എവിടെയും ചെന്നെത്താൻ കഴിയുമെന്ന സൂചന. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ച ഇസ്രായേൽ ഇറാന്റെ ഏത് ഭൂപ്രദേശത്തും പരിക്കേൽപ്പിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് മഷാദ് എയർപോർട്ട് ആക്രമിച്ചത്.